ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പാൽക്കപ്പയാണ്. ഇത് തേങ്ങാപ്പാൽ ചേർത്ത് നമ്മൾ കപ്പപ്പുഴുക്കുണ്ടാക്കും. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. പക്ഷേ വേറെ ഒരു കാര്യമുണ്ട്, കപ്പ നല്ലതായിരിക്കണം. അതായത് ഒട്ടും കയ്പില്ലാത്ത, നന്നായിട്ട് വേവുന്ന, അതുപോലെ തന്നെ നല്ല നൂറുള്ള കപ്പയായിരിക്കണം. അങ്ങനെയുള്ള കപ്പ പാൽക്കപ്പയായിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതതുപോലെ നല്ല വേകുന്ന കപ്പയാണ്, അതുപോലെ തന്നെ നല്ല നൂറുള്ളതാണ്. ഇത് 1 കിലോ 100 ഗ്രാമുണ്ട്. ഇപ്പോൾ ഇനി ഇതിന് ചേർക്കാനായിട്ട് ഞാനൊരു 8 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. കപ്പയെല്ലാം തൊലി കളഞ്ഞ് നുറുക്കി കഴുകി വെച്ചിരിക്കുന്നതാണ്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ കപ്പ ഇട്ട് കൊടുക്കാം. നകക്ക വെള്ളം വേണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. വെള്ളം കപ്പയുടെ മുകളിൽ നിൽക്കണം, അതുപോലെ വെള്ളം ഉണ്ടായിരിക്കണം. നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തേങ്ങാപ്പാലിനായിട്ട് ഞാൻ 1 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസിനേക്കാൾ അല്പം കൂടെ വലിയൊരു തേങ്ങയാണ്, അത് ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കപ്പ വെന്തോന്നൊന്ന് നോക്കാം. കപ്പ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിക്കളഞ്ഞ് കപ്പ എടുക്കണം. അപ്പോൾ വെള്ളമെല്ലാം കളഞ്ഞ് കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. ഞാൻ തേങ്ങാപ്പാലിൻ്റെ അകത്തുനിന്ന് പകുതി തേങ്ങാപ്പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. ആ തേങ്ങാപ്പാലിൽ കടന്ന് ഈ കപ്പയും ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വേവണം. ഞാൻ തേങ്ങാപ്പാൽ എടുത്തത് ഒറ്റ ഇതേ എടുത്തിട്ടുള്ളൂ, ഒരു പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ തേങ്ങ ഇട്ടിട്ട് കുറച്ച് വെള്ളത്തോടെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കും. ഒരുപാട് അരയില്ല, ഒരു ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കും. എന്നിട്ട് പിഴിഞ്ഞെടുക്കുക. അന്നേരത്തേന് നല്ല കൊഴുപ്പുള്ള, അതായത് നല്ല മാക്സിമം നമുക്ക് തേങ്ങാപ്പാൽ അതിൽ നിന്ന് കിട്ടും. കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. നമുക്ക് നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്യാം. അത് ചെറുതായിട്ടൊന്ന് ഉടയ്ക്കുക. എന്നാൽ അതെല്ലാം അങ്ങ് ഒരുമിച്ച് ഉടഞ്ഞങ്ങ് പോവുകയും ചെയ്യല്ലേ. കുറച്ച് കപ്പ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ടൂടെ വേണം. നല്ല വെന്തലിഞ്ഞിരിക്കുന്നതല്ലേ, എങ്കിലും രുചിയുള്ളൂ. ഇനി ബാക്കി തേങ്ങാപ്പാലൂടെ നമുക്ക് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് ഇനി ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ടൊരു തിള ചെറുതായിട്ട് വരുമ്പോഴത്തേന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്ത് കഴിയുമ്പോഴത്തേന് കുറച്ചുകൂടെ ഇത് കട്ടിയാകും. നമ്മൾ ഇളക്കുന്ന കാണുമ്പം തന്നെ അറിയാമല്ലോ, നല്ല നൂറുള്ള കപ്പയായിരുന്നു. അതാണ്. കണ്ടോ, തിള വന്ന്. ഇനി നമുക്കത് നിർത്താം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണയെല്ലാം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളി അരിഞ്ഞതോടെ ചേർക്കാം. ഒരു 3 വറ്റൽമുളക് കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ പാൽക്കപ്പയിലേക്ക് അത് ഇട്ട് കൊടുക്കാം. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽക്കപ്പയാണ്.